ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പരിപ്പൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ പരിപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത ആ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഇല്ലാത്തവർക്ക് സവാള വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളി ഇടുമ്പോഴാണ്. അപ്പോൾ അത് ചെറിയ പീസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളാണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട, പരിപ്പ് വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 3 വിസിലാണ് അടിച്ചെടുത്തേക്കണത്. അപ്പോൾ ഒരു ഇതിൽ പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് വിസിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മളെ പരിപ്പ് കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പ് വെന്ത പരിപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങയുടെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കറിക്ക് നല്ല ഒരു കട്ടിയായി കിട്ടുകയും ചെയ്യും, തേങ്ങയുടെ പച്ചമണം മാറുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്കിതൊന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു 4 ചെറിയുള്ളി ചെറിയ പീസാക്കി അരിഞ്ഞതാണ്, അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് ഞാൻ വറ്റൽ മുളകാണ് ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ ഒരു 4 വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെയും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഒരു പിടി നാളികേരം ചെറിയതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ നാളികേരത്തിനൊക്കെ ബ്രൗൺ ഷെയ്ഡ് കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക.